ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവകവൃക്ഷാമത്താം ധർമ്മസമൂഢചേതക യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ചാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഗീതയിലെ 15-ാം അധ്യായമാണ് നമ്മൾ തുടങ്ങി വെച്ചത്. ഇന്ന് 6-ാമത്തെ ശ്ലോകം. ന തദ് ഭാസയതോ സൂര്യോ ന ശശാങ്കോ ന പാവഹുക യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. കഴിഞ്ഞ ശ്ലോകത്തില് യഥാർത്ഥത്തിൽ കറകളഞ്ഞ ഭക്തിയിലൂടെ നമ്മളിലുണ്ടാകേണ്ട സ്വഭാവ ഗുണത്തെയാണ് പറഞ്ഞത്. അതായത് നമ്മുടെ ശരീരത്തെ ഗുണത്തിൽ മായയെ ജയിക്കുക. മായയെ ജയിച്ചാൽ യഥാർത്ഥ ജ്ഞാനം ലഭിക്കും. ജ്ഞാനം ലഭിച്ചാൽ യഥാർത്ഥ ഈശ്വരീയമായ സ്വഭാവം നമ്മളിൽ പ്രകടമാകും. ആ പ്രകടമാകുന്ന സ്വഭാവത്തിന്റെ വിശേഷത എന്താണെന്ന് കഴിഞ്ഞ ഒരൊറ്റ ശ്ലോകത്തിൽ പറഞ്ഞു. ഈ ഒരു സ്വഭാവത്തെ ആർജിച്ചാൽ അത് പരമപദമാണ്, ജീവൻ മുക്തഭാവമാണ്. അവിടെ ഈശ്വരീയമായ എല്ലാ സുഖങ്ങളും യഥാവിധി യാതൊരു കോട്ടവും കൂടാതെ ഒരു വിധത്തിലുള്ള താപത്രയങ്ങളും ബന്ധനത്രയങ്ങളും ഇല്ലാതെ അനായാസന ജീവിക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ്. ജീവനോടെ ഈ ശരീരത്തോടെ ഇരിക്കുമ്പോൾ പ്രകൃതിയുമായിട്ട് യോജിച്ച് നേച്ചറും കൾച്ചറും യോജിപ്പിച്ച് കറകളഞ്ഞ ഒരു ഭക്തനായിട്ട് മാറുന്ന ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് അനായാസന ജീവിതം നയിക്കാൻ സാധിക്കും. അതിന്റെ പ്രത്യേകത സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഒരു പക്വത വരുന്നതാണ്. അതാണ് നിർമ്മാനമോഹാജിത സംഘദോഷാധ്യാത്മനിത്യാവിനിവർത്തകാമഹ ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖ സഞ്ചയ ഗച്ഛന്റെ മൂഢാപദമഭ്യം തത്. ഈ ഒരു ജീവൻ മുക്ത ഭാഗം അനായാസന ജീവിതം നയിക്കാൻ സാധിക്കും. ഇതാണ് ഭക്തി കൊണ്ട് നമ്മളെല്ലാവരും ഇച്ഛിക്കുന്നതും സമാധാനവും ശാന്തിയുമാണ്. പക്ഷേ അത് സ്വയം ആർജിക്കേണ്ടതാണ്. അത് പുറത്തു നിന്ന് നമുക്ക് ഒരിക്കലും ഒരു ഗുരുവിന്റെ അടുത്ത് പോയാൽ പോലും മാർഗദർശനം മാത്രമേ കിട്ടുള്ളൂ. ആർജിക്കേണ്ടത് സ്വയം തന്നെയാണ്. സ്വയം കണ്ടെത്തണം, സ്വയം അതിനെ ആഗീരണം ചെയ്യണം. അതിന് ശരീരത്തിന്റെ ശക്തികളെയും ഈശ്വര ശക്തിയും കൂടെ യോജിപ്പിച്ചാൽ അത് യഥാവിധി പ്രവർത്തിതമാകും. അതാണ് പരമപദം, അതാണ് അനായാസന ജീവിതം. നമ്മൾ ഈ നെട്ടോട്ടോ ഓടി നടന്നിട്ടോ പ്രത്യക്ഷ ഭക്തി കൊണ്ടോ പ്രകടന ഭക്തി കൊണ്ടോ യാതൊരു കാര്യവും ഇല്ല എന്നർത്ഥം. അതൊക്കെ ആത്മശുദ്ധിക്ക് ഉതകുന്ന ഒരു ഘട്ടം വരെ അതൊക്കെ ഒരു പടി മാത്രമാണ്. അതിൽ നിന്ന് സ്വയം ശുദ്ധീകരണം നടത്തി നമ്മൾ ഈ ഒരു പദവിയിലേക്ക് എത്തണം. അതിന് പ്രകൃതിയിൽ എങ്ങനെയൊക്കെയാണ് ഈശ്വരതത്വം ബാധിച്ചിരിക്കുന്നത് എന്നുകൂടി ഇവിടെ വ്യക്തമായിട്ട് സൂര്യചന്ദ്രാദി നക്ഷത്ര ഗോളങ്ങളിലും ഈ ശക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇവിടെ ഭഗവാൻ ഇനി അത് വ്യക്തമാക്കുന്നതാണ്. ഈ പ്രകൃതിയിൽ എപ്രകാരം നമ്മുടെ ശരീരത്തിൽ ഉള്ളതിനെ പറ്റിയൊക്കെ 2 അധ്യായത്തിലൂടെ വിശദീകരിച്ചു. അതിനെ ആർജിക്കാൻ വേണ്ടിയിട്ട് അജ്ഞാനമാണ് ഇതിനൊക്കെ പ്രശ്നം. അജ്ഞാനത്തെ മറികടന്ന് മായയെ ജയിച്ചാൽ തന്നിലുള്ള സ്വഭാവ ശുദ്ധീകരണത്തിലൂടെ പരമോദം പ്രാപിക്കാനുള്ള യോഗ്യത, പാത്രത എങ്ങനെ വരും എന്ന് ഈ അധ്യായത്തിൽ തന്നെ 5-ാമത്തെ ശ്ലോകം വരെയുള്ള കാര്യങ്ങളിൽ പറഞ്ഞു തന്നു. ഇനി പ്രകൃതിയുടെ വ്യാപനത്തിൽ ശ്രേഷ്ഠമായിട്ട് നിൽക്കുന്ന ഈശ്വരശക്തി എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന് കൂടി നമ്മളെ മനസ്സിലാക്കി തരികയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ശ്വാസേതേ സൂര്യോ ന ശശാങ്കോ ന പാപക യത് ഗത്വാന നിവർത്തന്തേ ദത്താമ പരമം മമ. നാശരഹിതമായ ആ പരമപദത്തെ സൂര്യനോ ചന്ദ്രനോ അഗ്നിയോ പ്രകാശിപ്പിക്കുന്നതല്ല. അതായത് പ്രകൃതിയിൽ പ്രത്യക്ഷമായ ഒരു ശക്തിക്കും ആ പരമപദത്തെ ഇല്ലെങ്കിൽ ആ ശ്രേഷ്ഠമായ പദത്തെ പ്രകാശിപ്പിക്കാനോ അതിനെ കാണിച്ചു തരാനോ ഈ പ്രകൃതി ശക്തികൾക്ക് പോലും സാധ്യമല്ല. അതിനപ്പുറമാണ്. കാരണം പ്രകൃതിയെ പോലും യാതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ ആരും തിരിച്ചു വരുന്നില്ലയോ, അതത്ര എൻ്റെ ഉത്തമ സ്ഥാനം. അതാണ് ഊർധ്വമൂലത്തിലിരിക്കുന്ന ബ്രഹ്മസ്ഥാനം. ജ്ഞാനന്ദ ബോധത്തെ ഉണ്ടാക്കി തരുന്ന ആ ബോധം തന്നെയാണ് ബ്രഹ്മം. ഇതേ ആശയം ശ്വേതാശ്വതരം ഘടം എന്നീ ഉപനിഷത്തുകളിൽ എല്ലാ പ്രകാശങ്ങൾക്കും ഉറവിടമായിരിക്കുന്ന പരമജ്യോതിസിനെ പറ്റി പറയുന്നുണ്ട്. സൂര്യചന്ദ്രാദികളെ പ്രകാശിപ്പിക്കുന്നതും അത് തന്നെയാണ്. അതിനാൽ പരമജ്യോതിസിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു ജ്യോതിസിന് സാധ്യമല്ല. അപ്പൊ സൂര്യചന്ദ്രന്മാർ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നുണ്ട്, അത് പോഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ സൂര്യചന്ദ്രന്മാർക്ക് പോലും പ്രകാശത്തെ, തേജസ് കൊടുക്കുന്നതായ ശക്തിയാണ് ഉത്തമ സ്ഥാനത്തിരിക്കുന്നതായ ആ പരമാത്മാ ശക്തി.
അതിനെയാണ് ഇവിടെ സർവ്വജ്യോതിഷുകൾക്കും ജ്യോതിസായിരിക്കുന്ന ജ്യോതിസായിരിക്കുന്ന ആ ഒരു ശക്തിയെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നിനും സാധ്യമല്ല. ഇപ്പൊ സൂര്യചന്ദ്രന്മാരെ പ്രകാശിപ്പിക്കുന്നത് പോലും ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സദ്ഗുണങ്ങളായിട്ട് ഈശ്വര ശക്തിയായിട്ട് ജഗത്ത് ആധാരമായിട്ട് സ്ഥാവര ജംഗമങ്ങളായിട്ട് നിലനിൽക്കുന്നു, അതിനെയൊക്കെ പ്രകാശിപ്പിക്കാനുള്ള ശക്തി പരം ജ്യോതിസാകുന്ന ബ്രഹ്മത്തിന് തന്നെയാണ് എന്നർത്ഥം. അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിലും പരമജ്യോതിസായിട്ട് നമ്മളെ നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രകൃതി എല്ലാ കാര്യത്തിലും പ്രകാശിപ്പിക്കുന്നത്, ബലമായിട്ട് നിൽക്കുന്നതും ആ ചൈതന്യം മാത്രമാണ് എന്ന് ഇവിടെ എടുത്തു പറയുന്നു. അപ്പൊ സൂര്യചന്ദ്രന്മാരെ പോലും പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു അഗ്നിയല്ല പ്രകാശിപ്പിക്കുന്നത്, അത് പരമജ്യോതിസായിരിക്കുന്ന ഈ ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് ഈ സൂര്യചന്ദ്രന്മാർ പോലും പ്രകാശിപ്പിക്കാൻ സാധിക്കാത്തതായ നാശരഹിതമായ അത്യുത്തമമായ ഏതൊരു സ്വരൂപമാണോ അതിനെയാണ്, അതിരിക്കുന്ന സ്ഥാനത്തെയാണ് ഊർധ്വമൂലം, അതാണ് ഉത്തമ സ്ഥാനം എന്നിവിടെ ഭഗവാൻ പ്രസ്താവിക്കുന്നു. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷ്ടാനീന്ദ്രിയാണി പ്രകൃതി സ്ഥാനീകരിഷ്യതി. എൻ്റെ തന്നെ സനാതനമായ അംശം ഈ ജീവലോകത്തിൽ ജീവാത്മാവായി ഭവിച്ചിട്ട് പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന മനസ്സിനെയും 5 ഇന്ദ്രിയങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്നു. മനസ്സിനെയും 5 ഇന്ദ്രിയങ്ങളെയും എന്ന് താല്പര്യം. സംസാരത്തിൽ കർത്താവും ഭോക്താവുമായി ജീവൻ പരമാത്മാവിന്റെ സനാതനമായ അംശം തന്നെയാണ്. അത് ജലത്തിൽ കാണുന്ന സൂര്യബിംബം പോലെയാണെന്നും ആ ബിംബം സൂര്യന്റെ അംശം തന്നെയാണെന്നും ജലത്തെ നീക്കിയാൽ പ്രതിബിംബം സൂര്യനെ തന്നെ പ്രാപിച്ച് സ്വസ്വരൂപമായി സൂര്യസ്വരൂപമായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നും ശങ്കരഭാഷ്യത്തിൽ ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സനാതനമായിരിക്കുന്ന അംശം ജീവലോകത്തിൽ ജീവാത്മാവായിട്ടെന്ന് പറഞ്ഞാൽ തൻ്റെ, നമ്മളിപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവനവന്റെ ശരീരത്തിലൂടെ തന്നെ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പുറത്തുള്ളതിനെയൊക്കെ സൂര്യനിലും ചന്ദ്രനിലും അവിടെ എവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ശക്തി എന്താണെന്ന്, അതായത് നമ്മുടെ തന്നെ ശരീരത്തിൽ ജീവാംശമായിട്ടിരിക്കുന്ന, അതായത് ഈ മനുഷ്യലോകത്തിൽ വന്നിട്ട് നമ്മൾ ജനിച്ച ശരീരം കിട്ടി സ്ഥൂലമായ ശരീരത്തിൽ സനാതനമായിരിക്കുന്ന അംശമാണ് ജീവാത്മാവായി ഭവിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവാത്മാവായിട്ട് ശരീരത്തിന്റെ നാഥനായിരിക്കുന്ന ജീവൻ ഈ ശക്തി തന്നെയാണ്. പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന, ഇല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ ശരീരത്തിലൂടെ സ്ഥിതി ചെയ്യുന്ന, അത് അനുഭവിച്ചറിയുന്നതായ മനസ്സിനെയും 5 ഇന്ദ്രിയങ്ങളെയും ആ ആത്മശക്തിയിലേക്ക് തന്നെ ആകർഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ തന്നെ ജീവാത്മാവ് മനസ്സും ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് പോലും ഈ ആത്മശക്തിയുടെ, ജീവാത്മശക്തിയുടെ സനാതനമായിരിക്കുന്ന നാശരഹിതമായിരിക്കുന്ന ശക്തിയുടെ പ്രേരണയാൽ ആയതുകൊണ്ട് ആത്യന്തികമായിട്ട് ആ ജീവാത്മാവുമായിട്ട് മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും അഭേദ്യമായ ഒരു ബന്ധം നിലനിൽക്കുന്നു. അത് എപ്പോഴും പരസ്പരം ആകർഷണ ശക്തിയിൽ നിലനിൽക്കുന്നു എന്നർത്ഥം, ഇല്ലെങ്കിൽ നിലനിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മനസ്സിനെയും 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും എന്ന് താല്പര്യം. നമുക്ക് തന്നെ ഉണ്ടല്ലോ 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും. 5 1 6 ഇന്ദ്രിയങ്ങളാണ് യഥാർത്ഥത്തിൽ ഈശ്വര ശക്തിയുടെ ശിരാകേന്ദ്രം. അത് ഭഗവാനിലേക്ക് ആകർഷിക്കപ്പെട്ട ഒരു ആകർഷണ ശക്തിയിലാണ് ശരീരത്ത് തന്നെ നിലനിൽക്കുന്നത്. അപ്പം ആത്യന്തികമായിട്ട് ഈ മനസ്സും ഇന്ദ്രിയങ്ങളും, അതായത് ജ്ഞാനേന്ദ്രിയങ്ങളും ഒരു കാരണവശാലും ജീവാത്മാവിന്റെ പരിധിക്ക് പുറത്താകാൻ സാധ്യത. അതാണ് ഒരു ആകർഷണ വലയത്തിലാണ് അതെന്ന് പറയുന്നത്. അത് വെച്ചുകൊണ്ട് ന്യായമായിട്ടോ അന്യായമായിട്ടോ ഈ മനസ്സിനെയോ ഇല്ലെ ജ്ഞാനേന്ദ്രിയങ്ങളെയോ നമ്മൾ ഉപയോഗിക്കുന്നത് പോലും അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ അതിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ ഒരിക്കലും നമുക്ക് ശരീരത്തെ പോലും വേണ്ടവണ്ണം ഉപയോഗിക്കാൻ സാധിക്കാത്ത ഒരു പരിതസ്ഥിതി വരും. അതുകൊണ്ട് ശരീരം വെച്ചുകൊണ്ട് തന്നെ വേണം ഈ ശ്ലോകമൊക്കെ മനസ്സിലാക്കാൻ. പുറത്തേക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഈശ്വര ശക്തിയെ മനസ്സിലാക്കാത്തിടത്തോളം കാലം പുറത്തുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളിൽ നമുക്ക് ഈശ്വര ശക്തിയെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിലൂടെ മാത്രമേ ഈശ്വര സാക്ഷാത്കാരം സാധ്യമാകൂ എന്ന് ആവർത്തിച്ച് ഭഗവാൻ പറയുന്നതും പിന്നീട് വന്ന ഗുരുക്കന്മാരും പറയുന്നത്. അതാണ് വ്യക്തോപാസന എന്ന് പറയുന്നത്. ശരീരത്ത്, സ്ഥൂല ശരീരത്തിലുള്ള ഈശ്വരശക്തിയെ മനസ്സിലാക്കാതെ ശരീരത്ത് തന്നെ അവ്യക്തമായി സ്ഥിതി ചെയ്യുന്ന ജീവാത്മാവിനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും?
അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീരം വെച്ചുകൊണ്ട് വേണം ഗീത പഠിക്കാൻ. പുറത്തേക്ക് ഒന്നിനെയും ഇപ്പൊ അന്വേഷിച്ച് പോകണ്ട. നമ്മുടെ ശരീരത്തിലുള്ള ഈശ്വര ശക്തിയെ സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ ഈ പറയുന്ന ഗീതാ സാക്ഷാത്കാരം നമുക്ക് സാധിക്കും. അതല്ലാതെ ബാഹ്യമായ വിഷയങ്ങളിൽ രമിച്ചാൽ അതിന്റെ പിന്നാലെ കണ്ടതിന്റെയും കേട്ടതിന്റെയും പിന്നാലെ അതിലൊക്കെ ഈശ്വരൻ എവിടെയാണെന്ന് അന്വേഷിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിലുള്ള ഈശ്വര ശക്തിയെ നമ്മൾ മനസ്സിലാക്കണം. 1000 കുടങ്ങളിൽ ജലം നിറച്ചിട്ട് പുറത്തെടുത്തു വെച്ച് സൂര്യനെ നമ്മൾ അതിലൂടെ കാണാൻ ശ്രമിച്ചാൽ ഈ 1000 കുടങ്ങളിലും ജലത്തിൽ അത് സൂര്യന്റെ പ്രതിബിംബം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഈ ജലം എടുത്ത് മാറ്റി കഴിഞ്ഞാലോ പിന്നെ 1000 കുടങ്ങളിലുള്ള സൂര്യൻ അപ്രത്യക്ഷമാണ്. പക്ഷേ ഇതൊക്കെ പ്രതിബിംബങ്ങളാണ്. യഥാർത്ഥ ബിംബം എവിടെയാണ് നിൽക്കുന്നത്? അത് മൂലപ്രകൃതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് സനാതനമായിട്ട് നിലനിൽക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെയൊക്കെ ശരീരങ്ങൾ ഓരോ പാത്രങ്ങളായിട്ടും അതിലുള്ള ശരീരശക്തികളെ ജലമായിട്ടും കരുതിയാൽ അതിലൊക്കെ പ്രതിബിംബിക്കുന്നത് ആ ഊർദ്ധമൂലത്തിലിരിക്കുന്ന പരമാത്മാവിന്റെ ജ്യോതിസ് അതിന്റെ അംശം തന്നെയാണ്. സനാതനമായിരിക്കുന്ന, ഒരിക്കലും നാശങ്ങൾക്കോ മാറ്റങ്ങൾക്കോ വിധേയമാകാത്തതായ സനാതനമായ ആ പരമാത്മാ ശക്തിയുടെ അംശമാണ് ജീവാത്മാവായിട്ട് ഭവിച്ചിട്ട് ഇന്ദ്രിയ മനോബുദ്ധികളെ ആകർഷിച്ചുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് അതിന്റെ പ്രേരണയാൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ ശരീരത്തിലൂടെ തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കണം എന്നർത്ഥം. ഇനി ആ ശരീരത്തിന്റെ ഗതിയും ഇല്ലേ നിലനിൽപ്പും അനന്തരഗതിയും കൂടെ ഈ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ പറയുന്നു. ശരീരം യഥവാപ്നോതി യച്ഛാപ്യുത്ര കർമ്മ അധീശ്വരഃ ഗ്രഹീത്വൈതാനി സംവ്യാധി വായു ഗന്ധാനിവാസയാത്. ഈശ്വരൻ അഥവാ ശരീരത്തിന് നാഥനായിരിക്കുന്ന ജീവൻ ശരീരത്തെ പ്രാപിക്കുമ്പോഴും ശരീരത്തെ വിട്ടുപോകുമ്പോഴും വായു പുഷ്പങ്ങളിൽ നിന്ന് ഗന്ധങ്ങളെ എന്ന പോലെ ഇവയെ അഥവാ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എടുത്തുകൊണ്ടു പോകുന്നു. ശരീരം കിട്ടുമ്പോൾ മനസ്സും ഇന്ദ്രിയങ്ങളും നമുക്ക് അതിലേക്ക് പ്രവേശിക്കുന്നു. ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോകുന്ന സന്ദർഭത്തിൽ മനസ്സും ഇന്ദ്രിയങ്ങളും ചേർന്നാണ് ജീവനെ തന്നെ വലിച്ചുകൊണ്ട് പോകുന്നത്. അതായത് ഈ മനസ്സും ഇന്ദ്രിയങ്ങളും ജീവാത്മാവുമാണ് പരസ്പരം ആകർഷിച്ച് നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തന്നെ അറിയാം, നമ്മള് ഇപ്പൊ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സ് എന്തിലേക്കെങ്കിലും തിരിഞ്ഞാൽ, ശ്രദ്ധ ഒന്ന് മാറിയാൽ, അത് കേട്ടിട്ടോ കണ്ടിട്ടോ ആയിക്കോട്ടെ, അവിടെയും ഇന്ദ്രിയങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ആ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് കണ്ടതിന്റെയോ കേട്ടതിന്റെയോ പിന്നാലെയോ ശ്രദ്ധ മനസ്സിലൂടെ തിരിഞ്ഞാൽ നമ്മൾ ഈ ശരീരം വലിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോകും. അതാണ് ആ ജീവാത്മാവിനെ പോലും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരീരത്തിന്റെ നാഥനായിരിക്കുന്ന ജീവാംശം ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴായാലും വേണ്ടില്ല, ശരീരം വിട്ടുപോകുമ്പോഴായാലും വേണ്ടില്ല, ഈ മനസ്സും ഇന്ദ്രിയങ്ങളും എപ്പോഴും സദാസമയം അതിനോടൊപ്പം ഉണ്ടാകും. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ശക്തികൾ. അത് തന്മാത്ര രൂപത്തിൽ ജീവാത്മാവ് തന്നെ അവ്യക്തമാണ്. ആ ജീവാത്മാവിനെ നയിക്കുന്ന അവ്യക്ത 2 ശക്തികളാണ്. 2 അല്ല, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 മനസ്സും, അതായത് 6 ഇന്ദ്രിയങ്ങൾ ചേർന്നിട്ടാണ്, ജ്ഞാനേന്ദ്രിയങ്ങൾ ചേർന്നിട്ടാണ് ഈ ജീവനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതെന്ന് അർത്ഥം. ജീവാത്മാവ് നമ്മുടെ ശരീരത്തിന്റെ നാഥനായിട്ടിരിക്കുന്നുണ്ടെങ്കിലും ശരീരം ഉള്ളിടത്തോളം കാലം അത് നിൽക്കും. ശരീരം കിട്ടുമ്പോഴും അത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് തന്നെ കിട്ടുന്നു. ശരീരം വിട്ടുപോകുമ്പോഴും ഒരു പുഷ്പത്തിലെ ഗന്ധത്തെ വായു എടുത്തുകൊണ്ട് പോകുന്നത്, അത് നമുക്ക് പ്രത്യേകിച്ച് സ്കാൻ ചെയ്ത് പോലും കാണാൻ സാധ്യമല്ല. ഒരു മുല്ലപ്പൂവോ റോസപ്പൂവോ കുറച്ച് ദൂരെ ഇരുന്നാലും വേണ്ടില്ല, അവിടുന്ന് കാറ്റടിച്ച് നമ്മുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ മണം നമുക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞ പോലെ അവ്യക്തമായിരിക്കുന്ന ശരീരത്തിലിരിക്കുന്ന സനാതനമായിരിക്കുന്ന ശരീരത്തിന്റെ നാഥനായിരിക്കുന്ന ജീവൻ ശരീരത്തിലേക്ക് എപ്പോൾ പ്രവേശിക്കുന്നുവോ, അന്നമയമായ ശരീരത്തിലേക്ക് എപ്പോൾ പ്രവേശിക്കുന്നുവോ അപ്പോഴും എപ്പോൾ ശരീരം വിട്ട് അത് ഗമിക്കുന്നുവോ അതിനോടൊപ്പം മനസ്സും ഇന്ദ്രിയങ്ങളും ചേർന്നാണ് അതിനെ വലിച്ചുകൊണ്ട് പോകുന്നത്. ഈ മനസ്സും ഇന്ദ്രിയങ്ങളുമാണ് നമുക്ക് ഏതേത് വിഷയങ്ങളിൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അതനുസരിച്ചുകൊണ്ട് മനസ്സ് നിൽക്കും, ഇന്ദ്രിയങ്ങളും അതിനോട് പറ്റിച്ചേർന്ന് നിൽക്കും. അപ്പം ഏതവസ്ഥയിലും ശരീരത്തിന് എന്ത് ജീർണത സംഭവിച്ചാലും, എന്തൊക്കെ മാറ്റങ്ങൾ ജരാനരകൾ ബാധിച്ചാലും, ശരീരത്തിൽ നിൽക്കുന്നതായ മനസ്സിന് സനാതനമായിരിക്കുന്ന ഒരു ശക്തിയുടെ പ്രതീകമാണ് മനസ്സ്. ആ മനസ്സിനെ പറ്റിച്ചേർന്നാണ് ഇന്ദ്രിയങ്ങൾ നിൽക്കുന്നത്.
അപ്പൊ ഇന്ദ്രിയങ്ങൾ ഏതേത് വിഷയങ്ങൾ രമിച്ചു നിൽക്കുന്നുവോ മനസ്സും അതിനോട് ഒട്ടി നിൽക്കും. അതുകൊണ്ടാണ് അന്ത്യകാലത്ത് ജീവിതകാലത്തുള്ള നിരന്തര ചിന്ത, നിരന്തര സ്മരണ, നിരന്തരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് എന്തിലാണോ അത് തന്നെയായിരിക്കും അന്ത്യകാലത്ത് ശരീരം ത്യജിക്കുമ്പോഴുണ്ടാകുന്ന ചിന്തയും നമ്മുടെ മമതാബന്ധവും. അതനുസരിച്ചുകൊണ്ട് മനസ്സും ഇന്ദ്രിയങ്ങളും ചേർന്നിട്ടാണ് ശരീരം എപ്പം വിട്ടാലും വേണ്ടില്ല ജീവാത്മാവിനെ വലിച്ചുകൊണ്ട് പോകുന്നത് ഈ മനസ്സും ഇന്ദ്രിയങ്ങളും ചേർന്നിട്ടാണ്. അപ്പൊ അത് പൊതുവെ തന്നെ പരമാത്മാവിലേക്ക് ഒരു ആകർഷണ ശക്തി ഉള്ളതുകൊണ്ട് ഈ സ്ഥൂല ശരീരം ഇവിടെ ഉപേക്ഷിച്ചാൽ സൂക്ഷ്മ ശരീരം വലിച്ചുകൊണ്ട് പോകുന്നത് ഈ മനസ്സും ഇന്ദ്രിയങ്ങളും ചേർന്ന് ജീവാത്മാ സഹിതമായിട്ട് വലിച്ചുകൊണ്ടുപോയി അത് ഊർധ്വമൂലത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് അവിടെ എത്തുമ്പോഴത്തേനും അടുത്ത ശരീരത്തിന്റെ പ്രാപ്തിക്കുള്ള യോഗ്യത, പാത്രത വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ മമതാബന്ധം ഏതേത് വിഷയങ്ങളിലാണോ നമ്മൾ രമിച്ചു നിൽക്കുന്നതിലെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്, നിരന്തര സ്മരണയിൽ നിൽക്കുന്നത്, അതനുസരിച്ചുകൊണ്ട് അത് അനുഭവിക്കാൻ തക്കവണ്ണമുള്ള ഒരു ശരീരത്തിലേക്ക് ജീവാത്മാവിനെ കൊണ്ട് പ്രവേശിപ്പിക്കുന്നതും ഈ മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങളുമാണ്. അപ്പോൾ ഒരു പ്രോസസ്സ് സാധാരണ നമ്മൾ മരിച്ചാൽ തന്നെ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഏതു തരത്തിലുള്ള ശരീരത്തിന് നാശം സംഭവിച്ചാൽ, ജീർണത സംഭവിച്ചാൽ, ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടാൽ ആ ജീവനെ മനസ്സും ഇന്ദ്രിയങ്ങളും ചേർന്ന് സാധാരണ ബന്ധനമുക്തമല്ലാത്ത ഒരു ജീവനെ 1 വർഷം കൊണ്ടാണ് വലിച്ചുകൊണ്ട് പോയിട്ട് ഊർധ്വമൂലത്തിലേക്ക് എത്തും. ഈ ഒരു വർഷക്കാലം കൊണ്ട്, വളരെ സ്ലോ മോഷനിലാണ് പോവുക, 1 വർഷക്കാലം കൊണ്ട് നമ്മുടെ അനന്തരഗതി തീരുമാനിച്ചിട്ടുണ്ടാകും. അപ്പൊ അവിടെ ചെന്നാൽ പിന്നെ അവിടെ നിന്ന് പെയ്യുന്ന മഴ ജലത്തിലൂടെ ഈ ജീവാത്മാവും മനസ്സും ഇന്ദ്രിയങ്ങളും ചേർന്ന് ആ ജീവാത്മാവിനെ ഏതേത് സ്ഥലത്താണോ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആ സ്ഥലത്ത് വന്ന് വീഴുകയും ഭൂമിയായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വീണ്ടും അവിടുന്ന് വിളയുന്ന അന്നത്തിൽ പ്രവേശിക്കുകയും ആ അന്നം അച്ഛനാരായിരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും, ജാതകത്തിൽ തന്നെ ഉണ്ടാവും. അച്ഛൻ കഴിക്കുന്ന അന്നത്തിലൂടെ ആ ജീവാത്മാവും അതിനെ ബന്ധിച്ചു നിർത്തിയിരിക്കുന്ന ആ ഇന്ദ്രിയ മനസ്സുകളും വാസനാബലത്താൽ അച്ഛന്റെ ശരീരത്തെ പ്രവേശിച്ച് അത് രക്തമായി മാറി, രേതസ്സായിട്ട് മാറി, അത് ഭ്രൂണമായിട്ട് പിന്നെ അണ്ഡവുമായിട്ടുള്ള സംയോജത്താൽ ശരീരപ്രാപ്തിക്കുള്ള യോഗ്യത നേടുന്നു. പിന്നെ നമുക്ക് വീണ്ടും ഇതേപോലെയുള്ള ശരീരം കിട്ടുന്നു. അപ്പൊ ഇതിനെല്ലാം പ്രേരണ നൽകുന്ന മനസ്സും 5 ഇന്ദ്രിയങ്ങളും സനാതനമായിരിക്കുന്ന ജീവാത്മാവും ആണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതായത് 7 ശക്തിയാണ് എപ്പോഴും ആക്ടിവേറ്റ് ആയിട്ട് നമ്മുടെ ശരീരം നശിച്ചാലും പരസ്പരം ആകർഷിക്കപ്പെട്ട് ഈ ശരീര ബന്ധത്തെ നിലനിർത്തുന്നതും വീണ്ടും വീണ്ടും ജനന മരണങ്ങൾക്ക് പ്രേരണ നൽകുന്നതുമായ ശക്തികൾ എന്ന് പറഞ്ഞാൽ 7 ശക്തികളാണ്. ഇതാണ് ശരീരത്തിലുള്ള ഷഡാധാര ശക്തികളും ഈശ്വര ശക്തി, അതാണ് 7 ശക്തികൾ. ആ 6 ഷഡാധാരത്തിലൂടെ ഉള്ള ഈശ്വര ശക്തിയുടെ സ്ഥാനങ്ങളൊക്കെ 6 ആധാരചക്രങ്ങളെ പറ്റി പറയുന്നത് 7ാമതായിട്ട് നിൽക്കുന്ന സഹസ്രാര പത്മം. അപ്പൊ നമ്മുടെ ജീവൻ ശരീരം വിട്ടു പോകുമ്പോഴും സഹസ്രാര പത്മം വഴി തന്നെയാണ് പുറത്തേക്ക് പോവുക. അപ്പൊ മനസ്സും ഇന്ദ്രിയങ്ങളും ചേർന്ന് അത് സഹസ്രാര പത്മത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ടാൽ അത് പിന്നെ നേരെ എപ്പോഴും ഊർധ്വമൂലത്തിലേക്കായിരിക്കും, മുകളിലേക്കായിരിക്കും അതിന്റെ പ്രയാണം. അത് ബന്ധനം തീർത്തിട്ട് ഊർധ്വം ഗച്ഛന്തി, സത്വസ്ഥാന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചതാണ്. മധ്യേ തിഷ്ഠന്തി രജസ. അപ്പൊ ഊർധ്വമൂലത്തിലേക്കുള്ള പ്രയാണത്തിൽ തിരിച്ചു വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആ സത്വസംശുദ്ധി പ്രാപിക്കണം. അതായത് 3 ഗുണങ്ങളെ ജയിച്ചവന് ഊർധ്വമൂലത്തിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരേണ്ടില്ല. സാധാരണ ഒരു ബന്ധനത്തിൽപ്പെട്ട ഒരു ആത്മാവ് പോകുന്നത് സ്ലോ മോഷനിലായിരിക്കും. അതേസമയം ആത്മസമർപ്പണം സ്വരം സഹസ്രാര പത്മം വഴി 8ാം അധ്യായത്തിൽ പറഞ്ഞ അക്ഷരബ്രഹ്മയോഗത്തിൽ പറഞ്ഞ പ്രോസസ്സ് ചെയ്ത് ആത്മസമർപ്പണം, സ്വയം ശരീരത്തെ ത്യജിക്കുന്ന അവസ്ഥയിൽ, അതായത് സ്വയം ശരീരം ഉപേക്ഷിച്ച് ആത്മാവിനെ നമ്മൾ സഹസ്രാര പത്മത്തിലൂടെ പുറത്തേക്ക് സ്വയം നിർഗമിക്കുന്ന അല്ലെങ്കിൽ ആത്മസമർപ്പണം നടത്തുന്ന വ്യക്തിക്ക് ആ റോക്കറ്റ് പോകുന്ന പോലും പിന്നെ അതിന് തടസ്സവും ബന്ധനങ്ങളും ഒന്നുമില്ല. നേരെ ഊർധ്വമൂലത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് അതവിടെ പോയി സ്ഥിരനിഷ്ഠമായിട്ട് നിൽക്കും. കൽപ്പാന്തകാലം എത്ര കഴിഞ്ഞാലും വേണ്ട, വീണ്ടും തിരിച്ചു വരേണ്ടി വരില്ല. അതായത് സാധാരണ ഡെത്തിൽ സംഭവിക്കുന്നത് സ്ലോ മോഷനെ പോകുള്ളൂ. കാരണം നമ്മുടെ ഈ ഡെബിറ്റ് ക്രെഡിറ്റ് എടുക്കാനുള്ള പാപപുണ്യങ്ങളുടെ, നമ്മുടെ വാസനാബലത്തിൻ്റെ കർമ്മങ്ങളുടെ ബന്ധനങ്ങൾ എന്തൊക്കെയാണെന്ന് ശരിക്കും അതിൻ്റെ ഗതിവിഗതികൾ അനുസരിച്ചുകൊണ്ട് അത് സ്റ്റേബിലിറ്റി ഇല്ലെങ്കിൽ അത് നിശ്ചയിക്കുക, അടുത്ത ജന്മം എന്തായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നതിനുള്ള സമയമാണ് 1 വർഷക്കാലം. ഈ 1 വർഷക്കാലം
കൊണ്ടാണ് സാധാരണ ഡെത്തിൽ നിന്ന് സംഭവിക്കുക. പിന്നത്തെ 1-2 വർഷമോ ചിലപ്പോൾ അനന്തരഗതി തീരുമാനിക്കപ്പെടുന്നത് ഉടനെ ആകാം, 1 വർഷത്തിന് ശേഷം എപ്പോൾ വേണേലും സംഭവിക്കാം. ചിലർക്ക് അത് ശരീരപ്രാപ്തിക്ക് വീണ്ടും പാത്രത വരാൻ, അതിനുള്ള പക്വത വരാൻ, ഇല്ലെങ്കിൽ അതിനുള്ള മാർഗത്തെ നിശ്ചയിക്കുന്ന, ഇല്ലെങ്കിൽ അതിനുള്ള മാർഗം തിരഞ്ഞെടുക്കുന്നത് ശ്രേഷ്ഠമല്ല എങ്കിൽ അതിന് കുറച്ച് കാലതാമസം വരും. അപ്പോൾ മധ്യേത് ഇഷ്ടന്തി രജസ എന്ന് പറയും. രജോ ഗുണങ്ങൾക്ക് അധികമായിട്ട് അത് മധ്യത്തിൽ ഇല്ലെങ്കിൽ അവിടെയല്ല ഇവിടെയല്ല, ഊർധ്വമൂലത്തിൽ നിന്ന് പോരുകയും ചെയ്തു, ആത്മശാന്തി ലഭിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് ഈ അവസ്ഥയ്ക്കാണ്. അനന്തരഗതിയിൽ ശരീരം ലഭിക്കുന്നത് വരെയുള്ള ഗതിക്കാണ് മധ്യേത് ഇഷ്ടന്തി രജസ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം ശരീരപ്രാപ്തിക്ക് യോഗ്യത വരുന്നതനുസരിച്ചു കൊണ്ടുള്ള ആ സമയം അത്രയും സാമമാണ് മധ്യത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത്. അത് ഏത് ശരീരം കിട്ടണമെങ്കിൽ, ഇനി മൂഢയോനികൾ ജനിക്കണമെങ്കിൽ അതിനുള്ള ലഭ്യത നമുക്ക് വേണമല്ലോ, അതിന്റെ ഗതി തീരുമാനിക്കപ്പെടണം, അതെങ്ങനെ സംഭവിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ടാവണം. അത് കാലത്തിന്റെ ഗതി അനുസരിച്ചുകൊണ്ട് ചിലപ്പോൾ ഉടനെ സാധിക്കില്ല, ചിലപ്പോൾ കാലത്തിന്റെ ഗതി അനുസരിച്ചുകൊണ്ട് 1-2 വർഷം, ഇല്ലെങ്കിൽ ആത്മശാന്തി കിട്ടാത്ത ആത്മാക്കളെ പറ്റി ജ്യോത്സ്യന്മാരൊക്കെ പറയാറുണ്ടല്ലോ. അത് അനന്തരഗതി ശരീരപ്രാപ്തി ലഭിക്കാതെ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്തൊരവസ്ഥ നിൽക്കുന്ന ആത്മാക്കളെ പറ്റിയാണ് ആത്മശാന്തി ലഭിക്കാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ശരീരപ്രാപ്തി ലഭിച്ചാൽ തന്നെ ഒരു 50% പ്രോസസ്സ് പിന്നെ ആരംഭിക്കും. പിന്നെ നമ്മൾ വീണ്ടും ഈ കർമ്മങ്ങളുടെ ഗതി അനുസരിച്ചുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ പ്രവർത്തിച്ചാൽ വീണ്ടും ഇതേ ബന്ധനം തന്നെ ഉണ്ടാകും. അങ്ങനെയാണ് പുനരാവർത്തനത്തിന് വിധേയമാക്കുന്നത്. അവിടെയൊക്കെ സംഭവിക്കുന്നത് ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്നാണ് ശരീരത്തിന്റെ നാഥായിക്കുന്ന ജീവനെ വലിച്ചുകൊണ്ട് പോകുന്നതും അനന്തര ശരീരത്തിലേക്ക് കൊണ്ടാക്കുന്നതും. വീണ്ടും ഈ പ്രോസസ്സ് ഒരു ചക്രം പോലെ, ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയ എന്നൊക്കെ ഭഗവാൻ തന്നെ പറഞ്ഞല്ലോ. ആ പ്രോസസ് ഇങ്ങനെ ഒരു മിഷണറി പ്രവർത്തനം പോലെ ആവർത്തന വിധേയമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്ന് മുക്തമാകാൻ വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രമൊക്കെ പഠിക്കണം. ഈ ഭഗവാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കർമ്മബന്ധനവും ഇല്ലാതിരുന്നാൽ നമുക്ക് ശ്രേഷ്ഠമായിട്ടുള്ള സനാതനമായിരിക്കുന്ന പരമാത്മാഭാവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അറിവാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അത് അവനവന്റെ ശരീരത്തിലൂടെ തന്നെ സാക്ഷാത്കരിക്കണം താനും. അതുകൊണ്ട് അതിനെ പ്രേരണമാക്കുന്നതിലെ അറ്റാച്ച്മെന്റ് മറ്റു വസ്തുക്കളിൽ വീണ്ടും വീണ്ടും ശരീരപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നത് എന്താണെന്നാണ് ഇനി പറയുന്നത്. സ്വത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവച അധിഷ്ഠായ മനശ്ചായം വിഷയാൻ അനുസേവത. ജീവാത്മാവ് ചെവി, കണ്ണ്, ത്വക്ക്, നാക്ക്, മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ആശ്രയിച്ച് തന്നെ വിഷയങ്ങളെ അനുഭവിക്കുന്നു. മനസ്സും ഇന്ദ്രിയങ്ങളും മുഖേനയാണ് ജീവാത്മാവ് വിഷയങ്ങളെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. ജീവന വിഷയമായിട്ട് നേരിട്ട് യാതൊരു ബന്ധവുമില്ല. ജീവൻ ശരീരത്തുള്ളത് കൊണ്ട് അതിൽ നിന്ന് ഉള്ള പ്രേരണയാൽ, അതിന്റെ ശക്തി കൊണ്ട് തന്നെയാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഇല്ലെങ്കിൽ സ്വാദറിയുന്നതും നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നതായ വിഷയങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സും ചലിക്കുന്നത് ഈ ജീവാത്മാവ് സ്ഥായിയായിട്ട് ശരീരത്തിലുള്ളപ്പോഴാണെന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് അതേത് വിഷയങ്ങളിലേക്ക് ബന്ധിക്കപ്പെടുന്നു അതനുസരിച്ച് കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം നമ്മൾ അനുഭവിപ്പിക്കുന്ന മനസ്സാണ്. ഒരു സാധനം കണ്ടാൽ ആ കണ്ടു എന്ന് തോന്നിപ്പിക്കുന്നതും എന്താണ് കണ്ടത് എന്ന് ബുദ്ധിയിലൂടെ തീരുമാനമെടുത്ത് അതിനെ മനസ്സിലാക്കുന്നതും ഒക്കെ മനസ്സിലൂടെയാണ്. അപ്പൊ ഈ പറയുന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ചെവി, കണ്ണ്, ത്വക്ക്, നാക്ക്, മൂക്ക് എന്ന് പറയുന്ന 5 ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന വിഷയങ്ങളെ മനസ്സിലൂടെ മനസ്സിലാക്കി അതിനെ ശരീരത്തിലേക്ക് പ്രവർത്തനമാക്കി, ഇല്ലെങ്കിൽ അതനുസരിച്ചുകൊണ്ട് ശരീരത്തിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന കർമ്മേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതൊക്കെ ഈ ജീവൻ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ വിഷയങ്ങളുമായിട്ടോ ഈ അനുഭവങ്ങളുമായിട്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളുമായിട്ടോ ജീവാത്മാവിന് യാതൊരു ബന്ധവും ഇല്ലാന്ന് ഇതിനു മുമ്പും ഭഗവാൻ പറഞ്ഞു. ഇതിലൊന്നോടെ സ്പഷ്ടമാക്കി തരികയാണ്. അതുകൊണ്ട് ഉത്ക്രാമന്തം സ്ഥിതം ഭാവി ഭുഞ്ചാനം വാ ഗുണാന്യതം വിമൂഢാനാനു പശ്യന്തി ജ്ഞാനചക്ഷുഷ. ദേഹം വിട്ടു പോകുന്നവനായിട്ടോ ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നവനായിട്ടോ വിഷയങ്ങളെ അനുഭവിക്കുന്നവനായിട്ടോ ത്രിഗുണങ്ങളോട് കൂടിയവനായിട്ടോ മൂഢന്മാർ ജീവാത്മാവിനെ കാണുന്നില്ല. ജ്ഞാനദൃഷ്ടിയോട് കൂടിയവൻ മാത്രം കാണുന്നു. ഇതാണ് യഥാർത്ഥ ജ്ഞാനം. ഈ ജ്ഞാനം ലഭിക്കാത്തവരൊക്കെ മൂഢന്മാരാണെന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതായത് നമ്മുടെ ശരീരം സാധാരണഗതിയിൽ എല്ലാവരും മനസ്സിലാക്കുന്നത് ഈ ശരീരം വിട്ടുപോകുമ്പോൾ ദേഹം വിട്ടുപോകുന്നവനായിട്ടോ ഇല്ലെ ശരീരത്തിൽ വിട്ടുപോകുന്നവനായിട്ടോ ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നവനായിട്ടോ
വിഷയങ്ങളെ ഇപ്രകാരം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നവനായിട്ടോ ത്രിഗണങ്ങളോട് കൂടിയവനായിട്ടോ മൂഢന്മാർ ജീവാത്മാവിനെ കാണുന്നില്ല. അപ്പം നമ്മുടെ ശരീരത്തിൽ ജീവാത്മാവ് ശരീരത്തിൽ നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാനും കേൾക്കാനും അതൊക്കെ അനുഭവിക്കാനും സുഖദുഃഖങ്ങളും താപത്രയങ്ങളും ബന്ധത്രയങ്ങളും ഒക്കെ അനുഭവിക്കുന്നു. ഏതേത് ഇച്ഛ അനുസരിച്ചുള്ള കർമ്മങ്ങളിൽ ബന്ധിക്കപ്പെടുന്നു. ഇതൊന്നും നടക്കുന്നത് ജീവാത്മാവിൻ്റെ പ്രേരണ കൊണ്ടോ ഇല്ലേ സനാതനമായിട്ടിരിക്കുന്ന ആ ശക്തിയുടെ പ്രഭാവത്തെയോ സാധാരണക്കാരും മനസ്സിലാക്കുന്നില്ല എന്നർത്ഥം. അതാണ് ഏറ്റവും വലിയ മായ അഥവാ അജ്ഞത അഥവാ മൂഢത്വം എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥ ജ്ഞാനദൃഷ്ടിയോട് കൂടിയവന്, അതായത് മനക്കണ്ണ് തുറക്കണം, സിക്സ്ത് സെൻസ് ഓപ്പൺ ആകുക എന്ന് പറഞ്ഞാൽ മനസ്സ് തുറക്കണം എന്നർത്ഥം. മനസ്സ് തുറക്കണമെങ്കിൽ മനസ്സ് ശുദ്ധിയാകണം, ശുദ്ധി ഉണ്ടാകണം, ഏകാഗ്രമാകണം, മനസ്സ് ശാന്തമാക്കണം. അതിനാണ് അഷ്ടാംഗയോഗമൊക്കെ നിത്യവും നൈമിത്യ കർമ്മങ്ങളിലൂടെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധി ഉറപ്പിച്ച് ചിത്തശക്തിയെ ഉണർത്തുന്ന അവസ്ഥയിലാണ് ജ്ഞാനം പ്രകാശിക്കുക. അപ്പം മനസ്സിനെ ഏകാഗ്രമാക്കണം, ബുദ്ധിയെ ഉറപ്പിക്കണം, ചിത്തശക്തിയെ ഉണർത്തണം. അപ്പോൾ ആത്മശക്തി ഉണർന്ന് നമുക്ക് ആത്മജ്ഞാനത്തെ പ്രകാശിപ്പിക്കും. ഈ ആത്മജ്ഞാനം ലഭിക്കുന്ന, ഇത് ആത്മാവിനെ പറ്റി സനാതനമായിരിക്കുന്ന ശക്തി എന്താണോ അതേപ്പറ്റി അറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. ശരീരത്തെ പറ്റി വിശദീകരിച്ചപ്പോൾ അതിലൊരു 5 ശ്ലോകത്തിലൂടെ പറഞ്ഞല്ലോ ഭഗവാൻ ഈ ജ്ഞാനം എന്താണെന്ന്. ഈ ജ്ഞാനം ലഭിക്കാത്ത അതിന് വിപരീതമായിട്ടുള്ളത് മുഴുവൻ മൂഢത്വമാണ്, അജ്ഞതയാണെന്നും പറഞ്ഞു. ആ അജ്ഞത തന്നെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ചിന്തയ്ക്കും വാക്കിനും പ്രവൃത്തിക്കും തന്നിഷ്ടത്തിന് ചെയ്യുന്ന ന്യായമോ അന്യായമായിട്ടുള്ള എല്ലാ പ്രവൃത്തിക്കും യഥാർത്ഥ ഈശ്വരശക്തിയാണ് കാരണം. അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഈശ്വരശക്തിയുടെ സാക്ഷാത്കാരം നമുക്ക് സാധിക്കുക. നമ്മൾ അത് മനസ്സിലാക്കാത്തടത്തോളം കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ ഈ ഭൗതിക വിഷയങ്ങളിൽ ഈശ്വരനെ, തൻ്റെ ജീവൻ പോലും നശിക്കാതിരിക്കുന്ന ഈശ്വരശക്തിയുടെ പ്രതീകാത്മകമാണ് തൻ്റെ ശരീരത്തിലിരിക്കുന്ന, ശരീരത്തിൻ്റെ നാഥനായിരിക്കുന്ന ജീവാത്മാവ് എന്ന് അറിയാതെ ഇരിക്കലാണ് ഏറ്റവും വലിയ അവിദ്യ. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് പുറത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയാലും നമ്മുടെ ശരീരത്തിലുള്ള ഈശ്വരശക്തിയെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ക്ഷേത്രത്തിലുള്ള ഈശ്വരനെ കാണാൻ പറ്റൂ. ഇല്ലെങ്കിൽ പ്രകടനമായിട്ട് പ്രത്യക്ഷമായിട്ട് നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തും, വഴിപാടുകൾ കഴിക്കും, പ്രത്യക്ഷ ഭക്തി പ്രകടന ഭക്തി ഭാവത്തിലൊക്കെ. ക്ഷേത്രത്തിൽ എല്ലാവരുടെയും ധാരണ ക്ഷേത്രത്തിൽ പോയിട്ട് കുറച്ച് വഴിപാടൊക്കെ കഴിച്ച് വന്നാൽ അവൻ ഭക്തനാണെന്നാണ് ധാരണ. ഒരിക്കലും ഭക്തനല്ല. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളെ പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയും ഈശ്വരവാദിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് പോലും യഥാർത്ഥ ജ്ഞാനസ്വരൂപം ഈശ്വരനെ അറിയില്ല. അതിലും ഭേദമാണ് ഞാൻ നോക്കിയിട്ട് ഈശ്വരനെ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. കാരണം അവർ നിരീശ്വരവാദിയായി ഈ വക കാര്യങ്ങളൊന്നും ചെയ്യില്ല, അതിലൊന്നും വിശ്വാസമില്ല. നിരീശ്വരവാദിയായിട്ട് നടക്കുന്നവൻ ഒന്നുകിൽ നമ്മൾ യഥാർത്ഥ സത്വങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈശ്വരനെ ഭജിക്കുക, ഇല്ലെങ്കിൽ ഭജിക്കാതിരിക്കുക. ഈ പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തി കൊണ്ട് യഥാർത്ഥത്തിൽ ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല. ആധ്യാത്മികമായിട്ട് എത്ര പ്രയത്നിക്കുന്നവരായാലും തൻ്റെ ശരീരത്തിലൂടെ ഈശ്വരശക്തി എന്തെന്ന് മനസ്സിലാക്കാതെ അതിനെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. സാക്ഷാത്കരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് പിന്നെ ചെയ്യുന്ന ഭക്തിഭാവത്തിൽ സത്സംഗത്തിൽ പങ്കെടുത്താലും പാരായണങ്ങൾ നടത്തിയാലും ക്ഷേത്ര ദർശനം നടത്തിയാലും അവിടെയൊക്കെ തൻ്റെ ഉള്ളിലുള്ള ഈശ്വരശക്തിയെ സാക്ഷാത്കരിച്ചാൽ അവൻ എല്ലായിടത്തും ഈശ്വരനെ കാണാൻ സാധിക്കും. അപ്പോഴാണ് ക്ഷേത്ര ദർശനത്തിൻ്റെയും ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേദവൈദിക കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെയൊക്കെ യഥാർത്ഥത്തിൽ താത്വികമായ അർത്ഥം മനസ്സിലാക്കുന്നതും. അതനുസരിച്ച് കറകളഞ്ഞ ഭക്തനാകണം എന്നുണ്ടെങ്കിൽ ഈ ജ്ഞാനത്തെ ആർജിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഞാൻ പറയുന്നതല്ല, ഭഗവാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ധാരണകളൊക്കെ തെറ്റാണ്. നമ്മൾ വെറുതെ ഒരു അമ്പലത്തിൽ പോയാൽ ഇല്ലെങ്കിൽ പ്രാർത്ഥന നടത്തിയാൽ അത് ഈശ്വരഭക്തിയാണ്, താൻ ഇച്ഛിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് പോയിട്ട് വഴിപാടുകൾ കഴിച്ചാൽ അത് ഈശ്വരഭക്തിയാണെന്ന് ധരിക്കണ്ട. അത് പ്രത്യക്ഷ ഭക്തി പ്രകടന ഭക്തിയുടെ തുടക്കത്തിലുള്ള, അതെങ്കിൽ 4 ചതുർവിധ ഭജന്തേ മാം ഭഗവാൻ പറഞ്ഞല്ലോ. അതിലേറ്റവും ശ്രേഷ്ഠനായ ഭക്തി ആത്മജ്ഞാനിയാണെന്നും ഭഗവാൻ പറഞ്ഞു. അപ്പൊ ഈ 3 ഘട്ടങ്ങളും നമ്മൾ തുടക്കത്തിൽ ഇതിനൊക്കെ പുറപ്പെട്ടാലും നമ്മൾ ഒരിക്കലും അതിൽ കുടുങ്ങിക്കിടക്കരുത്. ദുഃഖം മാറാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഭജിക്കാൻ നടന്നാലും താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പൂജാതി ഹോമങ്ങളോ വേദവൈദിക കർമ്മങ്ങൾ ചെയ്താലോ ക്ഷേത്ര ദർശനങ്ങളോ വഴിപാടുകളോ കഴിക്കുന്നതൊക്കെ 2ാമത്തെ വകുപ്പിലേ പെടും.
അഭിഷസിദ്ധിക്കായിക്കൊണ്ട് ഈശ്വരനെ ഭജിക്കുക എന്ന് പറയും. ആദ്യം ദുഃഖം മാറാൻ വേണ്ടിയിട്ട് ഭജിക്കും. പിന്നെ ദുഃഖം മാറിക്കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ പറയും. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഈശ്വരനെ ഭജിക്കും. മൂന്നാമത്തെ സക്തത്തിൽ യഥാർത്ഥത്തിൽ ഈശ്വരനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തും. പക്ഷെ യഥാർത്ഥത്തിൽ അറിയുന്നുമില്ല. എല്ലായിടത്തും തീർത്ഥാടനം അവിടെ ഇവിടെയൊക്കെ ദർശനം നടത്തി പോകും. എവിടെയൊക്കെ പൂരം നടക്കുന്നു, അല്ലെ ചെണ്ടപ്പുറത്ത് കോല് വയ്ക്കുന്നിടത്തൊക്കെ പോവും, ഓടി നടക്കും, തീർത്ഥാടനം നടത്തും. ഇങ്ങനെ പലതരത്തിലുള്ള ഈശ്വരനെ അന്വേഷിച്ചുള്ള പുറപ്പാടുകൾ ഒരുപാടുണ്ടായാലും യഥാർത്ഥത്തിൽ ഈശ്വരനെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന കറകളഞ്ഞ ഭക്തനാകണം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോഴാണ് ആത്മജ്ഞാനിയായിട്ട് മാറുക. ആത്മജ്ഞാനിയാകാന്ന് പറഞ്ഞാൽ തന്നിലുള്ള ആത്മാവിനെ അറിയുക എന്നർത്ഥം. അത് പുറത്തന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. അതിന് പ്രകടന ഭക്തിയും പ്രത്യക്ഷ ഭക്തിയും ഒന്നും വേണ്ട. നമുക്ക് ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് ഈ സാക്ഷാത്കാരം, നമ്മുടെ ശരീരത്തിന് നാഥനായിരിക്കുന്ന, ഈ ശരീരത്തിൽ വസിക്കുന്ന ജീവാത്മ അവ്യക്ത സ്വരൂപമായിരിക്കുന്ന സനാതനമായിരിക്കുന്ന ശക്തിയെ മനസ്സിലാക്കുക. അതൊരു വ്യക്തിയില്ല. അതിനെ ശരീരമായിട്ട് കാണാനും പറ്റില്ല, ശരീരത്തിൽ ഇരിക്കുന്നതായിട്ടും കാണാൻ പറ്റില്ല. ആ ശരീരത്തിൽ ഇരിക്കുന്നതായ ആ ശക്തി തന്നെ സനാതനമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ അംശം മാത്രമാണ്. അപ്പൊ ആ അംശത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചാൽ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ ബ്രഹ്മത്തിന്റെ അംശത്തെ സാക്ഷാത്കരിച്ചാൽ അവിടെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. എന്ന് വരെ അത് സാധിക്കുന്നില്ലയോ അന്ന് വരെ അവര് മൂഢത്വ അവസ്ഥയിലായിരിക്കാം. ഇവിടെ ശക്തമായ ഭാഷയിൽ ഭഗവാൻ പറയുന്നു, മൂഢത്വം തന്നെയാണ് തന്റെ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവിനെ അറിയാതിരിക്കുന്നത്. അത് അറിയലാണ് യഥാർത്ഥ ജ്ഞാനം. അതറിയാത്തിടത്തോളം കാലം നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഒക്കെ മൂഢത്വത്തിൽ അവിദ്യാസ്വരൂപമായിരിക്കും. അവിദ്യാസ്വരൂപമായിട്ടുള്ളത് കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ഒക്കെ ചെയ്താലും വേണ്ടില്ല, അതിലൊക്കെ ദോഷം അനുഭവിക്കേണ്ടി. അവിദ്യാദി ദോഷങ്ങൾ അനുഭവിക്കാൻ കാരണമായി വരുന്നതും നമുക്ക് താപത്രയങ്ങളും ബന്ധനത്രയങ്ങളും ഉണ്ടാകുന്നതും വീണ്ടും വീണ്ടും ജനിക്കാനിട വരുന്നതും ഈ അറിവില്ലായ്മ. അതുകൊണ്ടാണ് മായ ജയിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജ്ഞാനദൃഷ്ടിയോട് കൂടിയവർ മാത്രമേ യഥാർത്ഥ ഈശ്വരശക്തിയെ തന്നിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കൂ. തന്നിൽ മനസ്സിലാക്കാൻ സാധിച്ചാലോ പിന്നെ എല്ലായിടത്തും ഭാവാദ്വൈതം, ക്രിയാദ്വയം, ദ്രവ്യാദ്വൈതം, ഈ അനുഭൂതി നമുക്കുണ്ടാകും. അതാണ് ഭഗവാൻ പറഞ്ഞത്. ഇനി അടുത്ത ഭാഗം അതിനെ ഒന്നോടെ നിശ്ചിതമായിട്ട് വിമർശിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നുണ്ട്. അത് അടുത്ത ശ്ലോകത്തിൽ, അത് നമുക്ക് അടുത്ത ദിവസം അതേപ്പറ്റി ചിന്തിക്കാം. ഇത് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.